വരാം. ഒന്നാമത്തത് ഊഹിക്കാമല്ലോ, സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ്. ഇത് ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ 2 വരി പാട്ട് പാടാറുണ്ട്. ഒന്ന്, ഈ വില്ലും ഷാലും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നതിന് വേണ്ടിയാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടത്. അത് ടോപ്പിക്കാണ്, പലർക്കും കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് വില്ല് പ്ലസ് പ്രസൻറ്റ് വെർബാണ് ഇതിന് സിമ്പിൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് എടുത്തിട്ട് എനിക്ക് നടക്കും എന്നുള്ള കാര്യമാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഇതറിയാലോ സ്ലാഷ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ്. V1 ഉപയോഗിക്കുള്ളൂ. അവിടെ എസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് V1 എന്താണ് മോക്ക് അറിയാമോ? വില്ലും ഷാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിജയത്തേക്ക് അറിയാമോ? വിൽ ഡു എന്ന് പറഞ്ഞാലും ഷാൽ ഡു എന്ന് പറഞ്ഞാലും എന്താണ് വ്യത്യാസം? വിൽ ഡു മീൻസ് ഞാൻ ചെയ്യും, ഷാൽ ഡു മീൻസ് ഞാൻ ചെയ്യാം. വെരി ഗുഡ്. ചെയ്യാം എന്ന് വരുമ്പോഴാണ് ഷാൽ ഡു വരുന്നത്. എൻ്റെ സെപ്പറേറ്റ് ഉപയോഗം നമുക്ക് പറയാം, അത് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താ വിൽ ഡു ചെയ്യും എന്നാണ്. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ അന്നത്തെ സാറുമാർ പറഞ്ഞു തന്നു, അത്രേ പറഞ്ഞുള്ളൂ. പിന്നീട് ഹയർ ക്ലാസ് ആണോ വേറെ സാറുമാർ കുറച്ചുകൂടെ പറഞ്ഞു തന്നു. അത് കൊച്ചു കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ധരിച്ചിരുന്നത് ഷുവർട്ടി ഉണ്ടെങ്കിൽ വില്ലും ഷുവർട്ടി ഇല്ലെങ്കിൽ ഷാലും. പക്ഷേ അതല്ല അർത്ഥം. മാസത്തിൽ വില്ല് ചേർത്ത് ഷുവർലി ഉപയോഗിക്കത്തില്ല. ഐ വിൽ ഷുവർലി കം ടുമാറോ ദിസ് ടൈം. അപ്പോൾ പിന്നെ ഷുവർട്ടി ഉണ്ടെങ്കിൽ ഷുവർലി ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തീർച്ചയായും വരും തീർച്ചയായും ഐ വിൽ കം ടുമാറോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഷുവർട്ടി അതിനകത്തുണ്ടെങ്കിൽ പിന്നെ ഈ ഷുവർലി പറയേണ്ട കാര്യമില്ല. ചെയ്യും എന്ന് പറയുന്നതൊക്കെ വിൽ ഡു ആണ്. ചെയ്യാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു മീനിങ്? ഈ ചെയ്യാം എന്നുള്ള ഹിയറിൻ്റെയും കൂടെ ആവശ്യമാണ്. ഞാൻ നാളെ കൊട്ടാരക്കര പോകും. അപ്പോൾ വിജിതയ്ക്ക് ഒരു കാര്യം സാധിക്കാറുണ്ട്. സാറേ പോകുമ്പോഴത്തേന് നാളെ ഞാൻ പോകാം വിജിത, പോകാം എന്നാ. ഇപ്പം സാധാരണഗതിയിൽ ഐക്കും വിക്കും ഷാലും വില്ലും നമുക്ക് ഉപയോഗിക്കാം. ചെയ്യാം എന്ന് പറയുമ്പം ഐ ഷാൽ ഡു, വി ഷാൽ കംപ്ലീറ്റ് ദ ജോബ് ടുമോറോ ഇറ്റ്സെൽഫ്. ഞങ്ങൾ നാളെ ആ ജോലി പൂർത്തിയാക്കാം. ഞാൻ നാളെ അവിടെ പോകും. ഞങ്ങൾ നാളെ വരും കേട്ടോ, ഞങ്ങൾ നാളെ വരും. വിൽ കം ടുമോറോ. വില്ലും ചേർക്കാം ഷാലും ചേർക്കാം. പക്ഷേ അവൻ നാളെ വരാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നീ ഒരു പാട്ട് പാടാം എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഐക്കും വിക്കും നമുക്ക് ഷാലും വില്ലും ഉപയോഗിക്കാം. ഈ ഐയും വിയും നമ്മൾ ഗ്രാമറിൽ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട്സ് എന്നാണ്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട്സിന് നമുക്ക് എന്ത് പറയാം? ഐയും വി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ. ദ പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പീക്ക്. ദ പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പീക്ക്. ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ്. മറക്കരുത്, എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? യു മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പറയാം? പേഴ്സൺ ഓർ പേഴ്സൺസ്. യുവിൻ്റെ 16 മീനിങ് പറഞ്ഞായിരുന്നു നമ്മൾ. പേഴ്സൺ ഓർ പേഴ്സൺസ് ഹിയർ അല്ലേ? ആണോ? കേൾക്കുന്ന വ്യക്തികളോ നീ അല്ലെങ്കിൽ നിങ്ങൾ. എന്നാൽ ഞാൻ ഇതിനെ ഒരു പ്രത്യേക സ്റ്റൈലിലാക്കാൻ പോവാം. ഹിയർ മാറ്റാൻ പോകും. അതിനെ നമ്മൾ ഷേക്സ്പീരിയൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ ഉണ്ണീരിയൻ സ്റ്റൈൽ എന്ന് പറയും. ഷേക്സ്പീരിയൻ അല്ല പിന്നെന്താണ്? ഉണ്ണീരിയൻ. അപ്പോൾ ഞാൻ പറയാം ദ പേഴ്സൺ ഓർ പേഴ്സൺ സ്പോക്കൺ ടു. ദ പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പോക്കൺ ടു. ആരോട് പറയപ്പെടുന്നു അവർ അല്ലേ? നല്ല സെൻറ്റൻസ് അല്ലേ? അപ്പം രണ്ടാമത്തെ പറയുന്നത് എന്താ പറയുന്നത്? യു എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. അതെന്താണ്? പേഴ്സൺ ഓർ പേഴ്സൺസ് സ്പോക്കൺ ടു. ബാക്കി എല്ലാ തേർഡ് പേഴ്സൺ. ഐ വി പിന്നെന്താ? യു. ഫസ്റ്റ് പേഴ്സൺ 2 യു സെക്കൻഡ് പേഴ്സൺ. ഇത് ഒഴിച്ച് ബാക്കി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ
whatever be under the sun, it comes under third person subject. അവന് അത് അവള് ഇത് ഫാൻ കറങ്ങുന്നുള്ള സബ്ജക്റ്റ് ഫാനാണ്. അതെല്ലാം എന്താണ്? തേർഡ് പേഴ്സൺ. അപ്പോൾ തേർഡ് പേഴ്സൺ എന്ത് പറയാം? സംഗതികളും വരും, പേഴ്സൺസ് മാത്രമല്ല. അപ്പോൾ എന്ത് പറയാം? പേഴ്സൺസ് ഓർ തിങ്സ്. സ്പോക്കൺ അബൌട്ട്, സ്പോക്കൺ ടു മാറി എന്തായി? സ്പോക്കൺ അബൌട്ട്. അങ്ങനെയുണ്ട് ആ സ്റ്റൈൽ. ഇപ്പോൾ പേഴ്സൺസ് ഓർ തിങ്സ് സ്പോക്കൺ അബൌട്ട് കം അണ്ടർ തേർഡ് പേഴ്സൺ സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ പിന്നെ സെക്കൻഡ് പേഴ്സൺ സബ്ജക്ട്സിൻ്റെ കൂടെയും സാധാരണ ഷാൽ ഉപയോഗിക്കാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ അത് ഉപയോഗിക്കാം. അവിടെ ചെയ്യാം എന്നുള്ളതിനെ കൂടെ ഒരു സജഷനായി മാറിയാൽ മതി. ഒരു സജഷനായിട്ട് നിർദ്ദേശമായിട്ട് പറഞ്ഞു, ദെൻ ഇഫ് ഹി മിസ്സസ് ദി ലാസ്റ്റ് ബസ് ഹി ഷാൽ സ്റ്റേ വിത്ത് മീ. അവൻ എൻ്റെ കൂടെ താമസിക്കാമല്ലോ. അവന് ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ ഡോണ്ട് വറി, ഹി ഷാൽ സ്റ്റേ വിത്ത്. ഐ ആം ഹിയർ, യു ഷാൽ കം ടു മീ എനി ടൈം. നിനക്ക് എപ്പോൾ വേണമെങ്കിലും സംശയമായിട്ട് എൻ്റെ അടുത്ത് വരാമല്ലോ. മല്ലോ ചേർക്കുക. അങ്ങനെ വരുമ്പോൾ ഷാലിൻ്റെ അർത്ഥം അവിടെ ശരി. ഇത് ഞാൻ പറഞ്ഞു വന്നത് വില്ലും ഷാലും തമ്മിൽ ഡിഫറൻസ് ആണ്. ഈ രണ്ടും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഫ്യൂച്ചറായിട്ട് ഉപയോഗിക്കാം. ഇനി മറക്കത്തില്ലല്ലോ. അപ്പോൾ ഹി വിൽ സിംഗ് എ സോങ്, ഷീ വിൽ സിംഗ് എ സോങ്, ഐ ഷാൽ സിംഗ് എ സോങ്, ഐ വിൽ സിംഗ് എ സോങ് രണ്ടും പറയാം. വി ഷാൽ come tomorrow, I shall come tomorrow, I will come tomorrow, he will come tomorrow, you shall come to me anytime. അർത്ഥം മാറി വരാമല്ലോ എന്ന സജഷനായി യു വിൽ കം ടുമാറോ, നീ നാളെ വരും, ഐ നോ ദാറ്റ്. ഇങ്ങനെ ഇതാണ് ഫ്യൂച്ചറിൻ്റെ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഭാവിയിൽ നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. ഭാവിയിൽ നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് ഭാവിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിലോ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഓഫ് വി വണ്ടെ കൂടെ എൻ ജി ചേർക്കുള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഓഫ് വെർബ്. വിൽ ബി ഡൂയിങ്, ഷാൽ ബി ഡൂയിങ്. ഷാൽ ബി അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. വിൽ ബി ഡൂയിങ്, വില്ല് മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എന്നാൽ ഞാൻ ഒരു കാര്യം ഇടയ്ക്കിട്ട് പറഞ്ഞോട്ടെ. വിൽ ഡു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ചെയ്യും. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വിൽ ഡു എന്ന് പറഞ്ഞാൽ മതി എന്ന അർത്ഥം. ആദ്യം കേൾക്കുകയാണല്ലേ, ദിസ് വിൽ ഡു, ഇത് മതി. ദിസ് വിൽ ഡു, ഇത് മതി. ദാറ്റ് വിൽ ഡു, അത് മതി. What do you want for supper? Oh, 1 or 2 chapatis will do. ചപ്പാത്തി മതി. ഹാൻഡ്ഫുൾ ഓഫ് റൈസ് വിൽ ഡു. ഒരു പിടി ചോറ് മതി. 1 കറി വിൽ ഡു, ഒരു കറി മതി. വിൽ ഡു ആയില്ലേ? അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേ പോരാന്ന് അങ്ങനെ പറയും, മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ഇനഫ് എന്ന് പറയാറില്ല. ഒരുമാതിരി ക്ലിഷേ പോലെ എല്ലാവരും ഉപയോഗിക്കുന്നത്. ദാറ്റ് വിൽ ഡു, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം സാർ അങ്ങ് വന്നാൽ മതി. ഓക്കെ വെയിറ്റ് ഡേ, ദാറ്റ് വിൽ ഡു, അത് മതി. ഇനി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റൂടെ വേണ്ടേ? അതെന്ത് ചെയ്യും? വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. പക്ഷേ വിൽ നോട്ടെന്ന് പറയത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് നമ്മളെന്ന് പറയും ദാറ്റ് വോണ്ട് ഡു, ദാറ്റ് വോണ്ട് ഡു. അപ്പോൾ വില പേശുമ്പോൾ കേട്ടിട്ടില്ലേ, ഗിവ് യു 20,000. നോ, 20 won't do. 20 won't do. 20 പോരാ. ദാറ്റ് വോണ്ട് ഡു, അത് പോരാ. ദിസ് വോണ്ട് ഡു, ഇത് പോരാ. ഇത് പോരാ എന്നുള്ളതിന് വോണ്ട് ഡു, അത് പ്രത്യേകം ഓർക്കുക. ദാറ്റ് ഈസ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതോടെ അറിഞ്ഞിരിക്കണം. നമുക്ക് യു ആർ ടോക്കിംഗ് ഇംഗ്ലീഷ് ഇൻ സ്കൂൾ, സ്കൂളിൽ പോകുന്നില്ല, പോകുമ്പോഴും ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ദാറ്റ് വിൽ ഡു, ദിസ് വിൽ ഡു, അത് നമുക്ക് അങ്ങനെ അങ്ങ് ഉപയോഗിക്കുന്നതാണ് സ്റ്റൈൽ ഇംഗ്ലീഷ്. ഇനി നമുക്ക് വിൽ ബി പ്ലസ് ഐ എൻ ജി, അതിൻ്റെ ആ ഡെഫിനിഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. അവിടെയും പീരീഡ് ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓർമ്മയുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓർമ്മയുണ്ട്. അതുപോലെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും. നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഇവിടെ നമുക്ക് പറഞ്ഞു നിർത്താം.
സാർ എനിക്കൊരു സംശയം. ഈ ഡൈഡ് അത് കഴിഞ്ഞ് അതിന്റെ തേർഡ് ഫോം ഡൈഡ് തന്നെയാണ്. ഡൈഡ് അതെ, നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ അത് ചോദിച്ചുകൊണ്ട് നമുക്ക് പോകാം. പലർക്ക് സംശയമുള്ള ഞാൻ പറയാം. ഓക്കെ. അപ്പം വേറെ സംശയം, ഈ ഡെഡ് വരുന്നത് പാസീവ് വോയിസുകളിൽ മാത്രമാണ് ഡെഡ് വരുന്നത്. മാത്രമല്ല പാസീവ് വോയിസിൽ ഡെഡ് വരുന്ന കൂടാതെ പല തേർഡ് ഫോമുകളും അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെറ്റർ, റിട്ടൺ ലെറ്റർ, എഴുതപ്പെട്ട ലെറ്റർ. വി വാണ്ട് റിട്ടൺ കംപ്ലൈൻറ്റ്. പോലീസ് സ്റ്റേഷനിൽ എപ്പോൾ ചെന്നാലും സ്വന്തം മോൻ പരാതി കൊണ്ട് ഇൻസ്പെക്ടർ റിട്ടൺ ലെറ്റർ കൊണ്ടുപോകാം എന്ന് പറയും. റിട്ടൺ ലെറ്റർ നമ്മൾ വെർബ് നോക്കുമ്പോൾ റൈറ്റർ റോട്ടർ റിട്ടൺ വരുന്നു. പക്ഷേ റിട്ടൺ എന്ന് നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നു. ഡെഡ് ബോഡി, അത് ലിവിങ് ബോഡി അല്ല, ഡെഡാണ്. അവിടെ ഡെഡ് എന്താണ്? അഡ്ജക്റ്റീവാണ്. അപ്പോൾ അഡ്ജക്റ്റീവായിട്ടും പാസീവ് വോയിസിൽ മാത്രമേ നമ്മൾ വെർബ് ഡെഡ് തേർഡ് ഫോം ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലാത്തതിന് ഒരിക്കലും ഡെഡ് ഉപയോഗിക്കും. ഹി വാസ് ഡെഡ് ബട്ട് ഹി ഡൈഡ്, ഹി ഹാഡ് ഡൈഡ്, ഇത് രണ്ടും ഉപയോഗിക്കും. അപ്പോൾ ബീജ ആ സംശയം ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് മൂന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ ഒരു കാര്യമുണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസിന് വേറൊരു യൂസ് ഉണ്ട്. വെൻ യു റീച്ച് ദെയർ ദേ വിൽ ബി ഡിസ്കസിങ് പൊളിറ്റിക്സ്. എന്താണ്? നീ അവിടെ എത്തുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചറാണ്. അപ്പോൾ ഷീ വിൽ ബി സിംഗിങ് എ സോങ്, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ബി ഡൂയിങ് ഹോംവർക്ക്, അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ബി ക്വാറലിങ്, ഞാൻ വേറെ പ്രത്യേകം പറഞ്ഞാൽ ദേ വിൽ ബി എക്സ്ചേഞ്ചിങ് ഹോട്ട് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവർ ക്വാറൽ ചെയ്യായിരിക്കും. ഷീ വിൽ ബി പ്ലേയിങ് വീണ, ഹി വിൽ ബി റീഡിങ് ബൈബിൾ, വിൽ ബി നീ അവിടെ ചെല്ലുമ്പോൾ നീ വിളിക്കുമ്പോൾ ദേ വിൽ ബി ഹാവിങ് സപ്പർ, ഡിന്നർ ഓർ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതിന് വേറെ മീനിങ് ഉണ്ട്. നമ്മൾ ഒരാളുടെ കൂടെ മര്യാദ സംസാരമുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ സോ വിജിത, ഐ വിൽ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് ഞാൻ പറയും. അതൊരു ഭീഷണി സ്വരം ഇംഗ്ലീഷിൽ. അവിടെ നമ്മൾ എന്തിനാണ് പറയുന്നത് അറിയാം? വിജിത, ഐ വിൽ ബി കമ്മിങ് ദർ ടുമോറോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഐ വിൽ ബി കമ്മിങ്, ഞാൻ വരുന്നതായിരിക്കും. അത് ഇംഗ്ലീഷുകാർ പറയുള്ളൂ. അല്ല ഞാൻ അങ്ങനെ ചെയ്യും എന്ന് കയറി അങ്ങനെ കുറുകെ മലയാളം പറയുന്നത് പറയത്തില്ല. ഉണ്ടോ? ഐ വിൽ ബി കമ്മിങ് ദർ യുനോ ടുമോറോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഐ വിൽ ബി കമ്മിങ് ടു യുവർ ഹൗസ് എന്ന് നമ്മൾ പറയുമ്പോൾ വിൽ ബി കമ്മിങ്. അത് എപ്പോഴും ഓർക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ചേർത്തേ പറയാം, വിൽ എന്ന് പറയണ്ട. ടീച്ചർ, ഐ വിൽ ബി സബ്മിറ്റിംഗ് മൈ അസൈൻമെൻറ്റ് ടുമോറോ, ഞാൻ നാളെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. നോട്ട് നൗ, നോട്ട് ടുഡേ എന്ന് പറയുമ്പോൾ അതൊരു പൊളൈറ്റ് ലാംഗ്വേജായി മാറും. അത് കീപ് ഇറ്റ് അസൈഡ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതാണ്ടോ ഭാവിയിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തി ഇങ്ങനെ പറയും. അതെന്താ എൻ്റെ സംഭവം? ഭയങ്കരമായ തീർച്ച പറയുന്നതിനും അത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കംപ്ലീറ്റഡ് ആക്ഷൻ അറ്റ് ഫ്യൂച്ചർ. എ കംപ്ലീറ്റഡ് ആക്ഷൻ അറ്റ് ഫ്യൂച്ചർ എന്ന് ഞാൻ പറയും. ഭാവിയിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പ്രവർത്തനം എങ്ങനെ പറയും? അവിടെ ബൈ ദി ടൈം ചേർക്കേണ്ടി വരും. ബൈ ദി ടൈം ദ ഡോക്ടർ റീച്ചസ് ദി ഹോസ്പിറ്റൽ. പിന്നെ ഫ്യൂച്ചർ ഓക്സിലറി ചേർക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാനുള്ളതാണ്. ബൈ ദി ടൈം, വെൻ, അൺലെസ്, ഈഫ് ഇവയോടൊപ്പം തന്നെ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ ഫ്യൂച്ചർ തന്നെയാണ് അർത്ഥം. അവിടെ പിന്നെ അഡീഷണൽ ഫ്യൂച്ചർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ഗോ ടു സൂ, നൗ യു ക്യാൻ സീ ഓൾ ദി ആനിമൽസ്. ഇഫ് യു വിൽ ഗോ എന്ന് ചേർക്കരുത്. ഒരു സെപ്പറേറ്റ് നിങ്ങൾ ടോപ്പിക്കാണ്. ഇഫ് യു വിൽ ഗോ വേണ്ട. ഇഫ് പ്ലസ് പ്രസൻറ്റ് വെർബ്, വെൻ പ്ലസ് പ്രസൻറ്റ് വെർബ്, ഇഫിൻ്റെ നോട്ട് ചേർക്കുമ്പോൾ ഇഫ് നോട്ട് പറയുമ്പോൾ അൺലെസ് പ്രസൻറ്റ് വെർബ് ഗിവ്സ് ഫ്യൂച്ചർ ഹിൻറ്റ്. അതുപോലെയാണ് ബൈ ദി ടൈം. വെൻ അപ്പോൾ, ബൈ ദി ടൈം അപ്പോഴേക്കും. ബൈ ദി ടൈം ദി ഡോക്ടർ, ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ബൈ ദി ടൈം ദി ഡോക്ടർ റീച്ചസ് ദി ഹോസ്പിറ്റൽ, ദ പേഷ്യൻ്റ് വിൽ ഹാവ് ഡൈഡ്. ഡൈഡാണ് ചേർത്ത്, ഡെഡ് അല്ല, വിൽ ഹാവ് ഡൈഡ്. തേർഡ് ഫോം ആണ്. ഡൈഡ്. ദ പേഷ്യൻ്റ് വിൽ ഹാവ് ഡൈഡ്. പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞിരിക്കും. ഡോക്ടർ എത്തുമ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞിരിക്കും. എത്തിയപ്പോഴേക്കുമാണെങ്കിൽ എന്താവും? ബൈ ദി ടൈം ദ ഡോക്ടർ റീച്ച്ഡ് ദി ഹോസ്പിറ്റൽ, ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. അപ്പോൾ ബൈ ദി ടൈം ചേർത്തിട്ടോ പാസ്റ്റ് വരികയാണ്, സിമ്പിൾ പാസ്റ്റാണ് വരുന്നതെങ്കിൽ അടുത്ത ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ബൈ ദി ടൈം ചേർത്തോ
പ്രസൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലോ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലോ അടുത്ത ക്ലാസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ബൈ ദി എൻഡ് ഓഫ് ദിസ് മാർച്ച് എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ റയറായിട്ട് ഉപയോഗിക്കുള്ളൂ. ഡോണ്ട് ബോദർ. വിൽ ഓർ ഷാൽ നമുക്ക് എഴുതാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഓൺലി V3 വേറൊന്നും ഉപയോഗിക്കില്ല. V3 മാത്രമേ ഉപയോഗിക്കാം. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണല്ലോ. അപ്പോൾ ഷി വിൽ ഹാവ് സങ് എ സോങ്, അവിടെ ഒരു പാട്ട് പാടി കഴിഞ്ഞിരിക്കും. നമ്മൾ ഗാനമേള കേൾക്കാൻ പോവുകയാണ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. ചിത്ര ഗാനമേളയുണ്ട്. നമ്മൾ ഇറങ്ങാൻ വൈകി. ബൈ ദി ടൈം വി റീച്ച് ദർ ഷി വിൽ ഹാവ് സങ് 3 or 4 songs. 4 or 3 പാട്ട് പാടി കഴിഞ്ഞിരിക്കും. നമ്മൾ എത്തുമ്പോൾ ഇപ്പോഴല്ല. ഈ മലയാളത്തിൽ ഒരു പ്രവർത്തനം, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീളത്തിൽ എറി കൊടുക്കണം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീളത്തിൽ എറിയണമെന്ന്. പട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടങ്ങ് എറിഞ്ഞാൽ മതി. പട്ടി വന്നത് റിസീവ് ചെയ്തങ്ങ് പൊക്കോളും. റിസീവ് എടുത്ത് താങ്ക്സ് കൈ എന്ന് പറഞ്ഞിട്ട് ഓടും അല്ലേ? നമ്മൾ പട്ടി ഓടുന്നതനുസരിച്ച് അങ്ങോട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി അപ്പോഴത്തേക്ക് കല്ല് വീഴുമ്പോഴത്തെ പട്ടി അപ്പുറത്തും പോയി കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പട്ടി ഓടുമ്പോൾ ഇച്ചിരി മുമ്പോട്ട് എറിഞ്ഞു കൊടുത്താൽ കല്ല് അവിടെ ചെല്ലുന്നതും പട്ടി വരുന്നതും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ ഒരു പ്രോവർബുണ്ട്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീളത്തിൽ ഏറ് എന്ന് പറയുന്ന പോലെ ഇത് ചെയ്ത് കഴിഞ്ഞിരിക്കും. ബൈ ദി എൻഡ് ഓഫ് ദിസ് മാർച്ച്, നല്ല എക്സാമ്പിളാണ്. ബൈ ദി എൻഡ് ഓഫ് ദിസ് മാർച്ച് മൈ മദർ വിൽ ഹാവ് കംപ്ലീറ്റഡ് 30 years of service in this school. അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മ ഈ നെക്സ്റ്റ് മാർച്ച് അവസാനമാകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഈ സ്കൂളിൽ ഒരു 30 കൊല്ലത്തെ സർവീസ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും. കുട്ടികളെ സാധാരണ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നതാണ്, തീരുവോ സാറേ സീനിയർ പിള്ളേരാണ് കൂടുതൽ ചോദിക്കുന്നത്. +1 +2 തൊട്ട് നമ്മൾ കൊച്ചു ക്ലാസ് നിങ്ങളുടെ പോലുള്ള കൊച്ചു കുട്ടികളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. അവർ സാറ് തീർക്കുകയൊക്കെ എന്നറിയാം. മറ്റേ കുട്ടികൾ സാറേ തീരുവോ സാറേ ചോദിക്കും. ഡോണ്ട് വറി, ബൈ ദി ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ പോർഷൻ. ദ റെസ്റ്റ് ഈസ് ലെഫ്റ്റ് ടു യു. ബാക്കി നിങ്ങൾക്ക് കൂട്ടുകാരിക്കാം, പഠിച്ചോണം. അപ്പം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് exam comes only in April. By the first week of February, I will have completed all my portions. Don't worry about that. You need only study. That's all. അപ്പോൾ ഫെബ്രുവരി ആദ്യ ആഴ്ചയായപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉറപ്പല്ലേ അത്? ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പോർഷനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. നാടകത്തിലൊക്കെ കേട്ടിട്ടില്ലേ? ബൈ ദി ടൈം യു സ്റ്റാർട്ട് ഹേറ്റിംഗ് മീ ഐ വിൽ ഹാവ് ലെഫ്റ്റ് ദിസ് വേൾഡ്. നീ എന്നെ വെറുത്ത് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞിരിക്കും. ബൈ ദി ടൈം യു സ്റ്റാർട്ട് ഹേറ്റിംഗ് മീ ഐ വിൽ ഹാവ് ലെഫ്റ്റ് ദിസ് വേൾഡ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒക്കെ നമുക്ക് ഇതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഷീ വിൽ ഹാവ് സങ് എ സോങ്, ദ ബോയ്സ് വിൽ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ആ എക്സാമ്പിൾസ് കൊടുക്കാം. ടെൻസിലോ ലാസ്റ്റിലുള്ളത് ഈ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ സൂചിപ്പിക്കണം. മറ്റത് പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞ പോലെ തന്നെ ആണ് ഇത്. അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും നമുക്ക് അതുപോലെ പറയാവുന്നതാണ്. പക്ഷേ അത് അങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞത് ഈ റിട്ടൺ ലാംഗ്വേജിൽ ഗ്രാമർ ടോപ്പിക്കുകളിലും ക്വസ്റ്റ്യനും അങ്ങനെ വരാറില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. സ്പോക്കണിൽ ആരും ഉപയോഗിക്കത്തില്ല, എല്ലാം വിൽ ബി ചേർത്തങ്ങ് പോട്ടെ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ഷൻ ഫോർ എ ഗിവൺ പീരീഡ് ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ഷൻ ഫോർ എ ഗിവൺ പീരീഡ് ഇൻ ഫ്യൂച്ചർ. ഒരു പ്രത്യേക കാലയളവിലേക്ക്, അത് ഫോർ എ ഗിവൺ പീരീഡ് ഇൻ ഫ്യൂച്ചർ. ഇനി സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് V1. ING ഫോം ഓഫ് V1 ചേർക്കുമ്പോൾ എഴുതണം. ഷി വിൽ ഹാവ് ബീൻ സിംഗിങ് എ സോങ്. കുറേ നേരത്തേക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ഹാവ് ബീൻ സിംഗിങ് എ സോങ്. I will have been doing my homework. You will have been doing your homework. The boys will have been playing cricket. ഇങ്ങനെ വരികയാണ്. ഇനി ഇതിനകത്ത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറയാം. ഒരു വർഷം പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം, ബ്രാക്കറ്റിൽ വെർബ് തന്നു. ഇതിന് 2 ആൻസർ വന്നു. 2 ആൻസർ കറക്റ്റായിരുന്നു.
ഭയങ്കര ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ആ എക്സാമിനേഷൻ ഞാൻ എഴുതിയതാണ്. ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അപ്പോൾ ഈ നമ്മൾ വാല്യുവേഷൻ, പിന്നീട് ഞാൻ വാല്യുവേഷന് പോയി തുടങ്ങി. ഈ വാല്യുവേഷന് പോകുമ്പോൾ നമുക്ക് ഗ്രാമറിൻ്റെ കാറ്റലോഗ് തരും ആൻസർ. ആ ആൻസർ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേപ്പർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഹാവ് ആണെങ്കിൽ ഹാവ് ഇങ്ങനെ തന്നെ. പക്ഷേ അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും അപ്പുറം ചിന്തിക്കുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. അതോടെ ചിന്തിച്ച് വേണം ഒരാൾ വാല്യൂ ചെയ്യാൻ. ഒരിക്കൽ ലത ഈസ് റിട്ടേണിങ്, ലത വിത്ത് ഹർ സിസ്റ്റേഴ്സ് ഈസ് റിട്ടേണിങ് ഫ്രം മുംബൈ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ വാല്യൂ ചെയ്യുന്ന സമയമാണ്. അതിൻ്റെ ആൻസർ വന്നിരുന്നത് ലത വിത്ത് ഹർ സിസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യാനാണ്. ലത വിത്ത് ഹർ സിസ്റ്റേഴ്സ് ആർ റിട്ടേണിങ് ഫ്രം മുംബൈ എന്നാണ് ചോദ്യം. 6 തെറ്റല്ലേ? നമ്മൾ കോൺകോഡ് ആദ്യം പറഞ്ഞതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അന്ന് മോളില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കിരുന്ന പറഞ്ഞു. കോൺകോഡ് നോക്കാം, കേട്ടല്ലോ. വാ, ലത വിത്ത് ഹർ സിസ്റ്റേഴ്സ്, വിത്ത് ഓർ വിത്തൗട്ട് സിസ്റ്റേഴ്സ്, ലത എലോൺ ഈസ് സബ്ജക്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? ലത വിത്ത് ഹർ സിസ്റ്റേഴ്സ് ഈസ് റിട്ടേണിങ്. അപ്പോൾ നമുക്ക് കാറ്റലോഗിൽ തന്നെ ഈസ് ആക്കുക, ആർ റോങ്, ഈസ് കറക്റ്റ് എന്നാക്കി കറക്റ്റ് ചെയ്ത് ആ കാറ്റലോഗിലുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു സ്റ്റുഡൻ്റ്, ആ വേണം നമുക്കറിയത്തില്ല, നമ്പറല്ലേ ഉള്ളൂ. ഏതായാലും മിടുക്കനമായ ഒരു കുട്ടി അവിടെ എഴുതിയിരുന്നത് കറക്റ്റ് ചെയ്ത് ആൻസർ ചെയ്ത് ലത ആൻഡ് ഹർ സിസ്റ്റേഴ്സ്. അവൻ എന്ത് ചെയ്തു? ആ വിത്ത് മാറ്റി ആൻഡ് ആക്കിയിട്ട് ആറിനെ അവിടെ റീറ്റെയിൻ ചെയ്തു. അവൻ നമ്മളെക്കാട്ടി മിടുക്കനല്ലേ? അവനോ അവളോ ആയിക്കോട്ടെ, ആ കുട്ടി നമ്മളെക്കാൾ ചിന്തിക്കുന്നതിന് അപ്പുറം കയറി ചിന്തിച്ചു. ന്യൂട്ടൺ ചെയ്ത പോലെ ആപ്പിൾ തലയിൽ വീണപ്പോൾ നമ്മളാണെങ്കിൽ ഇതിനാൽ തലയൊന്നും തിരുമ്മി അത് കടിച്ചുകൊണ്ട് വീട്ടിൽ കയറി പോയേനെ. അതെന്താ മുകളിലോട്ട് പോകാൻ ചിന്തിച്ചത് ന്യൂട്ടനാണ്. അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് അതീതമായി വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ ലോകത്ത് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ, അല്ലേ? അതിന് അപ്പുറം ചിന്തിച്ചു. അപ്പോൾ അവന് ഈ മാർക്ക് കുറച്ച്. ഞാൻ ചീഫിനോട് ചോദിച്ചു, സാറേ ഇത് കറക്റ്റ് അല്ലേ? പറഞ്ഞാൽ ആ ചീഫ് ഒരു ലേഡിയായിരുന്നു, മാഡം എടുത്ത് പറഞ്ഞു, യോ ഉണ്ണി സാറേ, നമ്മളിതിന് അരമാർക്ക് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അരമാർക്ക് കൂടുതൽ കൊടുക്കേണ്ടതാണ്, അത്ര നല്ല ആൻസറാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നിയമങ്ങളായാലും അതുപോലെ തന്നെ കോടതിയിലും പല കാര്യങ്ങളും നമുക്ക് നിയമം വിട്ടിട്ട് അതിനതീതമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ലത? അവിടെ അവൻ ആൻഡ് ചേർത്തും കൊണ്ട് അതിന് കറക്റ്റാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ, ഞാൻ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് DC പഠിക്കുമ്പോൾ, വിമൻസ് ഫാഷൻ, വുമൺ അതിൻ്റെ പ്ലൂറലാണ് വിമൻ, വിമൻസ് ഫാഷൻസ്. ഈ വുമൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയും? WOMAN, വൈഫ് ഓഫ് മാൻ. അതാണ് വുമണെ. ഇപ്പോൾ പഴയ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് ആദത്തിന് തുണയാവാൻ വേണ്ടിയില്ലേ ഹവ്വായെ സൃഷ്ടിച്ചത്. അപ്പോൾ ദി പർപ്പസ് ഓഫ് ദി ബർത്ത് ഓഫ് എ ഗേൾ ഈസ് ടു ബിക്കം ദി വൈഫ് ഓഫ് എ മാൻ. സോ വൈഫ് ഓഫ് മാൻ, വൈഫ്സ് ഓഫ് മെൻ വിമനായി. അങ്ങനെയാണ് പണ്ട് പറയുന്നത്. അത് കാളിദാസനും പറഞ്ഞിട്ടുള്ള അർത്ഥോഹി കന്യ പരകീയ ഏവം. കന്യകയുടെ പദത്തിൻ്റെ അർത്ഥം പരൻ, അവന് നൽകാനുള്ള. പെമ്മക്കളൊന്നും അച്ഛന് സ്വന്തമല്ല, എൻ്റെ മോള് എനിക്ക് സ്വന്തമല്ല, അവളവിടെ ഭർത്താവിൻ്റെ കൂടെ പോയി. മോള് കുറച്ച് കഴിയുമ്പോൾ പപ്പായോട് നിൽക്കാൻ ഒക്കത്തില്ല, വേറെ ആൾ വിളിച്ചുകൊണ്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് അർത്ഥോഹി കന്യ പറയുക. ഇപ്പോൾ എനിക്ക് ഞാൻ അച്ഛനെ വിട്ട് പോകത്തില്ലെന്നൊക്കെ ഇപ്പോൾ തോന്നും. ഇത് കഴിയുമ്പോൾ ആ കാലം നമ്മളെ മാറ്റിയെടുക്കും. അപ്പോൾ അതുപോലെ വൈഫ് ഓഫ് മാൻ എന്നുള്ള ഓർക്കുക. അതുകൊണ്ടാണ് വുമൺ എന്ന് പേര് പറയുന്നത്. ഈ വിമൻസ് ഫാഷൻസ്, പെണ്ണുങ്ങളുടെ ഫാഷനുകൾ, ചേഞ്ച് എന്ന് ബ്രാക്കറ്റുണ്ട്. സിൻസ് 1980 എന്നാണ് കൊടുത്തത്. 1900 അന്നത്തെ കാലം, ഞങ്ങൾ 84 ഞങ്ങൾ പഠിക്കുന്ന സമയമാണ്. 1980 ഇത് ഏത് ടെൻസ് ചേർത്തായത്? അപ്പോൾ 1980 തൊട്ട്, സിൻസും തൊട്ടെന്നല്ലേ പെണ്ണുങ്ങളുടെ ഭാഷ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളേത് ചേർക്കും? സെന്റൻസ് ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാമോ? വിമൻസ് ഫാഷൻസ് ബ്രാക്കറ്റ് ചേഞ്ച് സിൻസ് 1980. ഈസ് ചേഞ്ചിങ് വരുമോ, ചേഞ്ച്ഡ് വരുമോ എന്താണെന്ന് നോക്കാം. 1980 തൊട്ട് ചേഞ്ച് ചെയ്ത് വരികയാണ്. വിമൻസ് ഫാഷൻസ് പ്ലൂറലാണ്. ചേഞ്ച് ബ്രാക്കറ്റിൽ സിൻസ് 1980. ആ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. ചേഞ്ച്ഡ് 1980 മുതലേ ചേഞ്ച് ചെയ്ത് വരികയില്ലേ? കഴിഞ്ഞ കാലത്ത് തുടർന്നൊരു പ്രവൃത്തി തുടങ്ങി വന്ന് ചെയ്തുകൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? അപ്പോൾ എന്താണ്? ഹാവ് ബീൻ ചേഞ്ചിങ് ആണ് വേണ്ടത് അല്ലേ? മറക്കരുത്, ഹാവ് ബീൻ ചേഞ്ചിങ് ആണ്. ഇപ്പം ഇതെല്ലാവരും എഴുതി. പക്ഷേ വാല്യുവേഷന് വന്നപ്പം തർക്കം ഉണ്ടായത്, ഞാനൊന്ന് വാല്യുവേഷനല്ല, ഞാൻ സ്റ്റുഡൻ്റാണ്. അത് പത്രത്തിൽ വന്നു, 2 സാറന്മാർ ഇതിനെക്കുറിച്ച് എഴുതിയത് മനോരമ പത്രത്തിലാണ് വന്നു. അന്ന് ഇതുപോലൊന്നും മീഡിയ ഒന്നും ഇല്ലല്ലോ, പത്രത്തിൽ വന്നാണ് സംഭവം അറിഞ്ഞത്. ഇത് രണ്ടും ശരിയല്ലേ? കാരണം ചില കുട്ടികൾ എഴുതിയിരുന്നത് വിമൻസ് ഫാഷൻസ് ഹാവ് ചേഞ്ച്ഡ് എന്ന് എഴുതി. ശരിയാണ്, ശരിയാണ്. എന്താണെന്നറിയാം, സിൻസിന് ശേഷം എന്നൊരർത്ഥമുണ്ട്. സിൻസിൻ്റെ 3 അർത്ഥങ്ങൾ ക്രിസ്ത്യനോടാണ് ഞാൻ പറഞ്ഞത്, അതോ മോളോടാണ് പറഞ്ഞത്? സിൻസ് ഐ ആം എ ടീച്ചർ ഐ കാണ്ട് സപ്പോർട്ട് ദിസ്, മോളോടാണ് പറഞ്ഞത്? അല്ല, ഇപ്പം മറ്റേ ക്രിസ്ത്യനോടാണ് പറഞ്ഞത്. 3 അർത്ഥമുണ്ട് സിൻസിന്. അപ്പോൾ ദ ബോയ് ഹാസ് ബീൻ സഫറിങ് ഫ്രം ഫീവർ സിൻസ് യെസ്റ്റർഡേ, തൊട്ട് മുതൽ. ഇനി സിൻസ് ഐ ആം എ ടീച്ചർ ഐ കാനോട്ട് സപ്പോർട്ട് ദിസ്, അവിടെ സിൻസിൻ്റെ അതുകൊണ്ടെന്നായി. ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്കിത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ സിൻസ് അതുകൊണ്ട്. അപ്പോൾ സിൻസിൻ്റെ തൊട്ടേ മുതൽ എന്നർത്ഥമുണ്ട്, അതുകൊണ്ടെന്ന് അർത്ഥമുണ്ട്. ഇനി ശേഷം എന്നർത്ഥമുണ്ട്. ഹി ഹാസ് നോട്ട് കം ടു മൈ ഹൗസ്, വന്നിട്ടുണ്ട്, വന്നിട്ടില്ല. അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. സിൻസ് ഹിസ് ഫാദേഴ്സ് ഡെത്ത്, അവൻ്റെ അച്ഛൻ്റെ മരണശേഷം അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ശേഷം എന്നായില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ആ അർത്ഥം കൊടുത്ത് നോക്ക്. വിമൻസ് ഫാഷൻസ് ഹാവ് ചേഞ്ച്ഡ് സിൻസ് 1980. 1980 ശേഷം പെണ്ണുങ്ങളുടെ ഫാഷൻസ് മാറിയിട്ടുണ്ട്, ശേഷം മാറിയിട്ടുണ്ട്. അപ്പം തൊട്ടേ മുതൽ എന്ന് പറയുമ്പോൾ ഹാവിന് ചേർക്കാം, അല്ലാതെ ചേർക്കാം. അപ്പോൾ കുറേ നല്ല മിടുക്കന്മാരോ മിടുക്കികളോ ഒക്കെ ഹാവ് ചേർത്ത് എഴുതി അവർക്ക് മാർക്ക് കൊടുക്കാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ട് അന്നത്തെ ഒരു പ്രൊഫസർ, അത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു, അയ്യപ്പ പണിക്കർ സാറായിരുന്നു തോന്നുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ ആയിരുന്നു, മരിച്ചുപോയി. സാറ് മനോരമയിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഇനി മറക്കത്തില്ലല്ലോ. അപ്പം ഹാവ് ചേഞ്ച്ഡ് എന്നുള്ളത് ഹാവ് ബീൻ ചേഞ്ചിങ്ങും കറക്റ്റാണ് ഇതിനകത്ത്. ഇനി ഇതിൻ്റെ ചില ക്ലൂസ് ഉണ്ട്.